ഇതാ നമ്മുടെ കുട്ടനാട്ടിൽ മാത്രം ഉണ്ടായിരുന്ന ചെമ്മീൻ കല്ലിൽ ചുട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ നമ്മൾ കുട്ടനാട് പോകുമ്പോഴാണല്ലോ ഇതൊക്കെ കഴിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലുള്ളവർക്ക്, വയനാട്ടിൽ വരുന്ന സഞ്ചാരികൾക്കൊക്കെ ഇതൊക്കെ കഴിക്കാനൊരു അവസരമുണ്ട്. അത് കൽപ്പറ്റ ഓഷ്യൻ ഹോട്ടലിലാണ്, സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള. അവിടെയാണ് കുട്ടനാടൻ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതാ കൊഞ്ചൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വെറൈറ്റി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഫുഡ് ഐറ്റംസൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറേ ഐറ്റംസൊക്കെ ഉണ്ട്, ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അവർ. അപ്പോൾ കൊഞ്ച് കല്ലിൽ ചുടാൻ പോവാണ്. ഇവിടുത്തെ മെയിൻ ഷെഫിൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ സംഭവം. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ കുറേ വിഭവങ്ങളുണ്ട്. മട്ടനുണ്ട്, ചിക്കനുണ്ട്, മീൻ ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും പറ്റാത്തവർക്ക് വെജ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നിട്ട് പറയാം. എന്തായാലും ഇത് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയിരുന്നു. അത് നല്ല വിജയമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം അവർ കുട്ടനാടൻ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഷെഫിൻ്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹം പാചകത്തിൻ്റെ രീതിയെല്ലാം പറഞ്ഞു തരും നമുക്ക് കഴിക്കാൻ വേണ്ടി. ഒരു കുട്ടനാടൻ ഫീലാണ് നമുക്കവിടെ. വള്ളവും കായലും വലയും ചീനി വലയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ടൊരു കുട്ടനാടൻ ഫീലുണ്ട്. പിന്നെ കാർഷിക പാരമ്പര്യമൊക്കെയുള്ള ട്രാക്ടറും അതിൻ്റെ വിളവെടുപ്പും കാർഷിക ഉപകരണങ്ങളും ഒക്കെ എക്സിബിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു ആംബിയൻസിലാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇത് ആരംഭിച്ചത്. വയലേലകളിലേക്ക് വെള്ളം തിരിച്ചുവിടുന്ന പരമ്പരാഗത രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ട്രാക്ടറും, ആ ട്രാക്ടറിൻ്റെ ഒരു കർഷകൻ്റെ ഫീലും കുട്ടനാടൻ ഫീലും നമുക്കുണ്ടാക്കും. പിന്നീട് ഭക്ഷ്യവിഭവങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിൻ്റെ ഐറ്റംസാണ് കൂടുതൽ. പിന്നെ ചിക്കനുണ്ട്, മട്ടനുണ്ട്, താറാവുണ്ട്. താറാവിൻ്റെ ഐറ്റംസും കൂടുതൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു തട്ടുകട രീതിയിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർഷിക ഉപകരണങ്ങളെല്ലാം എക്സിബിറ്റ് ചെയ്തിട്ട് കൊട്ടയും ഉറിയും എല്ലാം ഉണ്ട്. മൺചട്ടികളിലാണ് എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുള്ളത്. വൈകുന്നേരം 6 മണി മുതലാണ് കേട്ടോ ഫുഡ് ഫെസ്റ്റ് തുടങ്ങുന്നത്. ഷെഫ് പറയുന്ന ആ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അവിടെ കുട്ടനാടൻ പാട്ടങ്ങ് വെച്ചിട്ട് കുട്ടനാടൻ പാട്ടിന് നമുക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ ഷെഫിൻ്റെ ഡയലോഗ് നമ്മൾ പറയുകയാണേ. അപ്പോൾ ഷെഫ് പറയുന്നത് ഇവിടെ കുട്ടനാട്ടിൽ നമ്മൾ എന്തെല്ലാം വിഭവങ്ങൾ കഴിക്കാൻ കിട്ടുമോ അതെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം അതേ രീതിയിൽ തന്നെയാണ് പാചകം ചെയ്തിട്ടുള്ളത്. ഫ്രഷായിട്ട് പാചകം ചെയ്തപ്പോൾ തന്നെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. പലതും നമ്മുടെ മുൻപിൽ വെച്ച് തന്നെയാണ് പാചകം ചെയ്യുന്നത്. അതിലോരോ വിഭവങ്ങളും ഇപ്പോൾ ഒരുക്കിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അദ്ദേഹം പറയും. ഇതിപ്പോൾ ഒരു വെജ് കറിയാണ്, കുട്ടനാട്ടിലുള്ള വെജ് കറിയാണ് പരിചയപ്പെടുന്നത്. ഇത് കുട്ടനാടൻ ചോറ്, നെയ്ച്ചോറാണ്. നമ്മളിവിടുത്തെ സാധാരണഗതിയിലുള്ള നെയ്ച്ചോറ്, കുട്ടനാടൻ ചോറ്. പിന്നെ അതിന് കോമ്പിനേഷനുള്ള ഒരു പച്ചക്കറി. ഇത് കപ്പ പുഴുക്ക്, സാധാരണ കപ്പ വേവിച്ചത്. അതിന് കൂട്ടാനുള്ള മീൻകറി. ഇത് മാങ്ങയിട്ട കറിയാണ്, വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ. പിന്നെ ഇത് തലക്കറിയുണ്ട്, മീനിൻ്റെ തലക്കറി ഒരുക്കിയിട്ടുണ്ട്. വേറെ ചാറുകറി ഉണ്ട്, വേറെ മീൻ വിഭവം തന്നെയാണ് അതും. ഇത് കണവ എന്ന് പറയുന്ന ഐറ്റമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇത് ചിക്കനാണ്, അവിടുത്തെ കുട്ടനാടൻ ചിക്കൻ, കുട്ടനാടൻ രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇത് മട്ടനാണ്. ഇത് കുട്ടനാടൻ ബീഫ്. ഇത് നെയ്മീൻ കറി. ഇത് മീനിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ട് കേട്ടോ. ഏത് തരത്തിൽ ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നു ആ തരത്തിലൊക്കെ വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് മട്ടൻ വേറൊരു തരത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ് അവർ കാണിച്ചത്. പിന്നെ മീൻകറി തന്നെ പല വിധത്തിൽ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ, കഴിക്കാൻ തോന്നുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ. അപ്പോൾ എല്ലാം നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടാണ്. റാന്തൽ വിളക്കും
അതിൻ്റെ പരമ്പരാഗത രീതിയിൽ ഇപ്പോൾ ഒരു അപ്പം ചൂടാൻ പോവാണ് ഇവിടെ. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല. എല്ലാം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട്. അപ്പം റെഡി ആവുന്നുണ്ട്. ഏതായാലും ആദ്യം ഒരു അപ്പം കഴിക്കാം. എല്ലാ ആൾ വന്നതിന് ശേഷമാണ് പല ഭക്ഷണ വിഭവങ്ങളും പാചകം ചെയ്യുന്നത്. കൽപ്പറ്റയിലെ തന്നെ പ്രധാന റെസ്റ്റോറൻറ്റോട് കൂടിയ ഹോട്ടലുകളിലൊന്നാണ് ഓഷ്യൻ. വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു, കോൺഫറൻസുകളൊക്കെ നടക്കുന്നു. ഇവിടുത്തെ ഫുഡ് ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഓരോ ഫുഡ് ഫെസ്റ്റിലും ഓരോ സ്പെഷ്യൽ ഐറ്റംസാണ്. ഇപ്രാവശ്യത്തെയാണ് കുട്ടനാടൻ ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ചിരട്ടപ്പുട്ട് റെഡിയാക്കാൻ പോകുന്നുണ്ട്. പിന്നെ പുട്ടിപ്പോൾ തന്നെ പല വിധമുണ്ട്. ചമ്പാപ്പുട്ടുണ്ട്, ചിരട്ടപ്പുട്ടുണ്ട്. അപ്പം നമ്മൾ ഒരെണ്ണം റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. 2 തരം പുട്ട്, 3 തരം പുട്ടാണ് ഇപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ആ വെള്ളപ്പുട്ടാട്ടോ, വെള്ളയരീൻ്റെ. ഇത് കഴിഞ്ഞാൽ ചമ്പ റെഡിയാവും. ആ ഒരു പഴയ സിനിമ പോസ്റ്ററൊക്കെ വെച്ചിട്ട് അവിടെ ചായക്കാരനുണ്ട്, ചായ അടിക്കാൻ പോകുന്നുണ്ട്. ഇപ്പുറത്ത് അപ്പം ഉണ്ടാക്കുന്നുണ്ട്, മീൻ പൊരിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാം റെഡിയാണ്. മെനു ഒക്കെ അവിടെ ഉണ്ട്. നമുക്ക് മെനു നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. അതിനനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാം. ചായ ഒന്ന് റെഡിയാവുന്നുണ്ട്, ചായ ഒന്ന് കുടിക്കണം. നാടൻ സ്റ്റൈലിലാട്ടോ. നമ്മളൊരു ലൈറ്റ് ചായ, കടുപ്പധികം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് പാട്ടൊക്കെ കേൾക്കാം. ടേപ്പ് റെക്കോർഡർ, പഴയ എല്ലാ പാട്ടുപെട്ടികളും ഉണ്ട് കേട്ടോ. പഴയ പാട്ടുകളാണ് എല്ലാം ആംബിയൻസ് ആയിട്ടുള്ളത്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമ്മളതിൻ്റെ സൗണ്ടെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുണ്ടേ. യൂട്യൂബിലാകുമ്പോഴേ കോപ്പിറൈറ്റ് വരുമല്ലോ. ഒരു വെള്ളപ്പം കൂടി റെഡിയാവുന്നുണ്ട്. ഏത് തരം ഏത് തരം ഭക്ഷണമാണെങ്കിലും നമുക്കിഷ്ടം, അതനുസരിച്ച് കഴിക്കാം, സെലക്ട് ചെയ്യാം. എല്ലാം കുട്ടനാടൻ സ്റ്റൈലിൽ കഴിക്കാൻ പറ്റും. അത് മെയ് 8 മുതൽ 14 വരെയാണുള്ളത്. രാത്രി വരെയുണ്ട്, 6 മണി മുതൽ. 25 വെറൈറ്റി നോൺ വെജ് ഉണ്ട്. പിന്നെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള വെജുണ്ട്. പിന്നെ ലൈവ് തട്ടുകട. നമുക്ക് നൊസ്റ്റാൾജിക് ആംബിയൻസോട് കൂടി എല്ലാം സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉള്ളത്. ഒരു ബുക്കിങ്ങിനൊരു നമ്പറും കൊടുത്തിട്ടുണ്ട്. 85 93 010 555 എന്ന നമ്പറിൽ നമുക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 85 93 000 554 നമ്പറിലും വിളിച്ച് ബുക്ക് ചെയ്യാം, നേരത്തെ ഓർഡർ ചെയ്യാം. എന്തായാലും എല്ലാവരും വരിക. വയനാട്ടിൽ വരുന്നവരൊക്കെ ഓഷ്യനിൽ വരിക, ഇവിടുത്തെ ഈ ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുക്കുക. വയനാട്ടിൽ വന്ന് കുട്ടനാടൻ ഫുഡിൻ്റെ രുചി ഒന്ന് ആസ്വദിക്കുക. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. എന്തായാലും ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നൊരു ടൈമാണ്. ഈ അവധിക്കാലത്ത് കൂടുതൽ സഞ്ചാരികളാണ് വയനാട്ടിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. അത് നമ്മുടെ ചിരട്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കഴിക്കാം. എല്ലാവർക്കും വെൽക്കം.